നമസ്കാരം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,649. ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിഫ്റ്റിയിൽ നിന്ന് കണ്ടിരുന്നത്. നിഫ്റ്റിയിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് ഇനിയും തുടരാൻ കൂടുതൽ താഴത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ടോ, അതോ നിഫ്റ്റി ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഒരു ബൗൺസ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കൂടുതൽ? നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അതിന് മുൻപ് തന്നെ നമുക്ക് ഇന്നത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെ വർക്ക് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് ആകുന്നത്. എപ്പോഴും നമ്മളൊരു നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന രീതി എപ്പോഴും മനസ്സിലാക്കാൻ, നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിലും അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സാധാരണ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയല്ല ഇത്. വെറുതെ ഒരു കയറി ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. പറയുന്ന കൃത്യമായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്ത് അത് പ്രകാരം ബൈ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. നമുക്ക് നോക്കാം നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്തിരുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവർ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിലായാലും അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു ബയേഴ്സ് ഈ ഒരു ലെവലിൽ നിന്ന് ട്രൈ ചെയ്തുകൊണ്ട് നിന്നിരുന്നു. നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ലെവലിൽ, ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ ചിലപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത് ഷോർട്ട് സെല്ലേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബയേഴ്സ് ആയിരിക്കാം. ബയേഴ്സ് ആണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി 730, 755 മുകളിൽ പോകണം. 730 ഒരു താഴെ ഒരു ഓപ്പണിങ്, അതിൻ്റെ താഴെ നിലനിൽക്കുമ്പോൾ നമുക്ക് ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ക്യാനിലും നമ്മൾ നൽകിയിരിക്കുന്ന മെയിൻ റെസിസ്റ്റൻസിൻ്റെ താഴെയാണ് നിലനിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് നമുക്ക് നിഫ്റ്റി ലഭിച്ചിരുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റിയിലായാലും ഈ ഒരു സപ്പോർട്ട് ഒന്ന് ബൗൺസ് ചെയ്യാൻ നോക്കി. നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലല്ല. ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവല് 24,620 അടുത്താണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 620 ഹോൾഡ് ചെയ്തുകൊണ്ട് 650 മുകളിലേക്ക് ക്ലോസ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, പറയുന്നൊരു പ്ലാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വളരെ കൃത്യമായിട്ട് നമ്മൾ നൽകിയിരുന്നത്. അപ്പോൾ 650 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിഫ്റ്റി ഇതിൻ്റെ ഒരു താഴത്തേക്ക് സഡൻ ആയിട്ടുള്ളൊരു ഫാള് വന്നു. ഇവിടെ നിന്ന് ആക്റ്റീവായി, സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവായി സപ്പോർട്ടിൻ്റെ താഴെ നിലനിൽക്കുമ്പോൾ വീണ്ടും വീക്ക്നെസ് തന്നെയാണ്. പക്ഷേ നിഫ്റ്റിക്കായാലും 24,650 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ആ റൈറ്റ് ബൈ ഓപ്പർച്യൂണിറ്റി എവിടെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. പറയുന്ന ഒരു പ്ലാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നിഫ്റ്റി ആയാലും ലോ രജിസ്റ്റർ ചെയ്തിരുന്നത് 24,600 താഴെ ജസ്റ്റ് ഒന്ന് പോയിരുന്നു. അതിനുശേഷം ആ ഒരു ലെവലിലൊരു കൺസോൾട്ടേഷൻ നിലനിർത്തിക്കൊണ്ട് അവസാനത്തെ ഒരു സെക്ഷനിലാണ് നിഫ്റ്റി ഒരു ലെവലിലേക്ക് പോയിരുന്നത്. അതിനുശേഷം ആയാലും നിഫ്റ്റിയുടെ ക്ലോസിങ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു താഴെയാണ്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ നമ്മളത് നിഫ്റ്റിനെ മാനേജ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയുടെ ലോങ് ടൈം വ്യൂ ജസ്റ്റ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് വീണ്ടും വരാം. നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ ഒരു ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത് നിലനിൽക്കുമ്പോൾ, ഒരു ബിഗ് ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത എന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുക. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ ബിലീവ് ചെയ്യുക, അതിനനുസരിച്ച് ഫോളോ ചെയ്യുക. ഞാൻ റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണ് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻറ്റ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകിയിരുന്നതിൻ്റെ റീസൺ മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ഒരു സൈക്കോളജി, സെൻറ്റിമെൻറ്റ്, ഇതൊക്കെ ട്രെൻഡ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സപ്പോർട്ട് ലെവലുകളും പറയുന്ന ഒരു പ്ലാനുകളും പറയുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും ട്രെൻഡ് സ്റ്റിൽ വീക്ക്നെസ് ആണ്. ബൈയിലേക്ക് കടക്കണമെങ്കിൽ മെയിൻ റെസിസ്റ്റൻസ് 24,800 ഉണ്ട്, 24,950 ഉണ്ട്. ഈ രണ്ട് റെസിസ്റ്റൻസും നിഫ്റ്റിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താലാണ് ഇനി ഒരു ബൈ മൊമെൻറ്റത്തിന് സാധ്യത. അല്ലെങ്കിൽ നിഫ്റ്റിയിലും വീണ്ടും പുതിയ ലോ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെവലുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരാൻ പോകുന്നൊരു ദിവസങ്ങളിൽ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു ബയേഴ്സിൻ്റെ ഒരു പ്രഷറാണ് മാർക്കറ്റിൽ കണ്ടിരുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവസാനത്തെ 3 മണിക്ക് ശേഷം ഒരു ബൗൺസ് മാർക്കറ്റ് നടത്തി. അതുവരെ സപ്പോർട്ടിൻ്റെ താഴെയാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. പക്ഷേ റെസിസ്റ്റൻസിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. ഈ ഒരു ക്യാൻഡിൽ സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോയപ്പോഴും സ്റ്റിൽ സെല്ലേഴ്സിൻ്റെ തന്നെയാണ് പ്രഷർ. ഹയർ ലെവലിലേക്ക് വരുമ്പോൾ സ്റ്റിൽ സെല്ലേഴ്സിൻ്റെ തന്നെയാണ് പ്രഷർ.
അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി ഇതിൻ്റെ ഒരു മുകളിലെങ്കിലും സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്കെങ്കിലും ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ സ്റ്റിൽ റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് പുതിയ ലോയിലേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് വളരെ കൂടുതലായി കാണുന്നത്. പക്ഷേ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താലാണ് നമുക്ക് പറയുന്ന രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്നത്തെ രാവിലത്തെ ഒരു ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, അതായത് സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ്, അപ്പോൾ നമുക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങൾ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളായാലും നമുക്ക് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് അപ്ഡേറ്റ് പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. 24,672. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇത് തന്നെയാണ് കാണുന്നത്, 24,650. ഇൻ കേസ് ഇതിൻ്റെ ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിന് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്ക് എത്രത്തോളം മുകളിലേക്ക് സാധ്യത നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ റെസിസ്റ്റൻസ് കാണുന്നത് 24,725. ഇൻ കേസ് 725 മുകളിലേക്ക് പോയാലും 725 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കേസ് ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഇതിൻ്റെ ഒരു മുകളിലാണ്. ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇൻ കേസ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം ഒരു സപ്പോർട്ടിന് താഴെ നിലനിൽക്കുകയാണെങ്കിൽ ഹയർ ലെവലിൽ നിന്നുള്ളൊരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു റേഞ്ചിലാണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലാണ്. നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 24,605 എടുത്തിരിക്കുന്നത്. അപ്പോൾ 605 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ്. 24,620 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി വന്നാലും 605 തന്നെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ വീക്ക്നെസ് ആയിരിക്കും, പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. ഇനി കുറച്ചധികം താഴെയാണ് നമുക്കൊരു സപ്പോർട്ട് കാണുന്നത്. ഇത് മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ചിലപ്പോൾ ഇവിടുന്ന് ഒരു ബൗൺസ് നടത്താം, അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്താം. പക്ഷേ മൈനർ സപ്പോർട്ട് നൽകുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണമെങ്കിൽ ഈ റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. ഇപ്പോൾ എപ്പോഴും ആ ഒരു മൈനർ സപ്പോർട്ട് എന്ന് പറയുന്ന ഏരിയയിൽ എൻട്രിക്ക് പറ്റിയ ഏരിയ അല്ല. അതായത് മാർക്കറ്റ് ഇവിടെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി വന്ന് ഫാൾ വന്നതിന് ശേഷം ഇത് മൈനർ സപ്പോർട്ടാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ കിട്ടില്ല. ബൈക്ക് ഉള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും, കാരണം അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് സമയം അവിടെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടണം. എന്നാലാണ് ആ ഒരു ലെവലിൽ ബൈർ ഓപ്പർച്യൂണിറ്റി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് 24,563. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ബൈ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു വീക്ക്നെസ് ആണ്. ചിലപ്പോൾ അതായത് ഇവിടുന്ന് ഒരു ഫാളോ വന്നതിന് ശേഷം ഇവിടുന്ന് ചിലപ്പോൾ ഒരു ചെറിയൊരു ബൗൺസ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വിക്കായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഷോർട്ട് സെല്ലേഴ്സിന് നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ വീണ്ടും താഴത്തേക്ക് വന്നാൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 24,530. ഇനി ഫർദർ ആയിട്ടുള്ള ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി 24,530 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഈ ഒരു ലെവലിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,543 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഈ ഒരു 530 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിൻ്റെ ഒരു താഴെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകളാണ്. 24,450 സപ്പോർട്ടുണ്ട്, നല്ല സപ്പോർട്ടാണ്. 450, 400ൻ്റെ തൊട്ട് താഴെയൊക്കെ നല്ല സപ്പോർട്ടുകളാണ്. കഴിഞ്ഞ ദിവസം വീഡിയോസ് കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക. ഇൻ കേസ് മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് ലെവൽ എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിഫ്റ്റി ആയാലും ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഈ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല ഇവിടെയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കൊരു മൊമെൻറ്റം കിട്ടില്ല, മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റത്തിന് ചാൻസ് വളരെ കുറവായിരിക്കും. എക്സാക്റ്റ് എൻ്റെ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാൻ പോകുന്ന ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്